ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഒറക്കൽ കാർഡ്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തന്നിട്ടുമുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എന്നത്തെയും പോലെ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കുക? രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവാനും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ആണ്, നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ ആദ്യമൊക്കെ അവരെ ചേസ് ചെയ്തിരുന്നു. പിന്നീട് നിങ്ങൾ ചേസ് ചെയ്യാതായി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയി. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹീലാവണം, മെഡിറ്റേഷനൊക്കെ ചെയ്യണം. ആ ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നില്ലേ? ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ളത് മായ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും കാര്യങ്ങളും മാഞ്ഞു പോകുന്നതല്ല എങ്കിൽ അവരുടെ ഓർമ്മകൾ കുറച്ചൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളത് മായ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, ഐ ഡോണ്ട് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഈ കാർഡിൻ്റെ മീനിങ് എന്താണ്? അവർ ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് അവർ ആലോചിച്ച് വിഷമിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു നിങ്ങളിലേക്ക് അവർക്ക് വരാൻ. എന്നാൽ അവർ ആ സമയത്ത് ഒരു എഫേർട്ട് എടുത്തില്ല. ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ഒത്തിരി കാര്യങ്ങൾ അവരെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇപ്പോഴാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ റിഗ്രറ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. അവർ പറയാണ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു, സംഭവിച്ചു പോയി. ഞാനും എൻ്റെ പേഴ്സണും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് വന്നത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. എന്നിലുള്ള ഈഗോസ്, എന്നിലുള്ള പ്രശ്നങ്ങൾ ഞാൻ അവരെ മനസ്സിലാക്കാനായിട്ട് പോയിട്ടുണ്ടായില്ല. ഇങ്ങനൊരു ഡിസ്റ്റൻസ് വരാൻ കാരണം താനാണെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ്, റിയലൈസ് ചെയ്യുകയാണ്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് അവർ ഇത്ര കണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സ് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. എന്താണെന്നറിയോ? അടുത്ത കാർഡെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്ക്. നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന പാസ്റ്റിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നിമിഷങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. തമാശകൾ പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ പാസ്റ്റിൽ? ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരൊത്തിരി വിഷമിക്കുന്നു നിങ്ങളിലേക്ക് എത്തുവാൻ തന്നെ. ആ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോൾ അവർക്ക് മറ്റെവിടെയും കിട്ടണില്ല. അവർക്ക് വേറെ എവിടെയും നിങ്ങളെപ്പോലൊരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ പറഞ്ഞിരുന്ന രീതികൾ എല്ലാം അവർക്ക് മിസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയാണ് കാണിക്കുന്നത്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. അവർ പറയാണ്, ഇത്രയും തീവ്രമായ ഒരു അഭിനിവേശം എനിക്ക് വേറൊരാളിലും ഉണ്ടായിട്ടില്ല എന്ന് പറയും. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്താണ് അവർ തിരിച്ചറിഞ്ഞത് നിങ്ങളാണ് അവരിലെ പ്രണയമെന്ന്. തീവ്രമായിട്ടൊരു അഭിനിവേശം തോന്നിയതും നിങ്ങളോട് തന്നെയാണെന്ന് അവരെ ഓരോ ദിവസം ചെല്ലുന്തോറും യൂണിവേഴ്സ് അവരെ മനസ്സിലാക്കി കൊടുത്തു എന്ന് തന്നെയാണ് ദി കെമിസ്ട്രി എന്ന് പറയുന്ന കാർഡും കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ റിവീൽ കാർഡാണ്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്ന് പറയുന്നത്. എന്താണ്? അവർ നിങ്ങളോട് ഒരു സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊരു കാര്യം നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം തന്നെയാണ് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അത് യൂണിവേഴ്സിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവർക്ക് നൽകുന്നത്. എന്താണെന്ന് വെച്ചാലേ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾ അവരുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തതും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കണം, അല്ലേ? നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളാക്കി മാറ്റിയത്. നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയത്, മെഡിറ്റേഷനൊക്കെ ചെയ്ത് തുടങ്ങിയത്. ആ ഒരു സമയമാണ് യൂണിവേഴ്സ് അവർക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോഴാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഈ മിസ്സിങ് അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്രയും കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇത്രയും കാർഡ്സ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളോടൊരു സത്യം പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടൈം കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എത്ര ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഓൺ എനി ഫ്രൈഡേ എന്നാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, അടുത്ത ഫ്രൈഡേസ് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാവാം അവരുടെ ലൈഫിൽ, അവരുടെ ഫാമിലിയോ അവരുടെ കരിയറോ ബ്ലോക്കേജ് ഉണ്ടാവാം. അത് ഇപ്പോൾ താല്പര്യപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, സാഹചര്യമായിട്ടില്ല എന്നാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 22 days എന്നാണ് കാണിക്കുന്നത്. 22 ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. അടുത്ത കാർഡ്, നാലാമത്തെ കാർഡ് ആഫ്റ്റർ 2 weeks എന്ന് കാണിക്കുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ പേഴ്സണും കാണാൻ ചാൻസ് ഉള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ഈ കാർഡ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അതിന് കുറച്ച് പേർക്ക് ഇപ്പോൾ സാധ്യതയുണ്ട്, എന്നാൽ വളരെ കുറച്ച് പേർക്ക് ഇവ പോസിബിൾ അല്ല എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ 4 കാർഡ്സിൽ ഏതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റിസനേറ്റ് ആവുന്നതെങ്കിൽ സ്വീകരിക്കൂ, മാനിഫെസ്റ്റ് ചെയ്യുക. ഈ 4 കാർഡ്സും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കാർഡ്സ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം കേട്ടോ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു റീഡിംഗ് ആണ്, ഷോർട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ റീഡിങ്സ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് ആവശ്യമാണ്. എങ്കിലേ എനിക്ക് നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് എത്താൻ പറ്റുള്ളൂ. ഈ റീഡിംഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.